മലപ്പുറം കൊണ്ടോട്ടിയിൽ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. സംഭവത്തിൽ ഭർത്താവിന്റെ കുടുംബത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് അബ്ദുൾ വാഹിദ് ഷഹാനയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കറുത്ത നിറമായതിനാൽ വെയിൽ കൊള്ളരുതെന്ന് പോലും പരിഹസിച്ചിരുന്നു. ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞും പരിഹസിച്ചു. സഹപാഠികൾ പറഞ്ഞാണ് തങ്ങൾ വിവരം അറിഞ്ഞത്. 2 ആഴ്ച മുൻപാണ് ഷഹാന ഈ കാര്യം തങ്ങളോട് പറഞ്ഞതെന്നും അമ്മാവനായ സലാം പറയുന്നു. വിവാഹബന്ധത്തിൽ കടിച്ചു തൂങ്ങാതെ ഒഴിഞ്ഞു പൊയ്ക്കൂടെയെന്ന് വാഹിദിന്റെ കുടുംബം ചോദിച്ചു. വാഹിദിന്റെ ഉമ്മയുടെ കാലിൽ പിടിച്ച് ഷഹാന പൊട്ടിക്കരഞ്ഞുവെന്നും ബന്ധുക്കൾ പറയുന്നു. കല്യാണം കഴിഞ്ഞ 20 ദിവസം കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതിനു ശേഷമാണ് വധുവിന്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൾ വാഹിദ് വിളിച്ചു പറഞ്ഞതെന്നാണ് സൂചന. നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. 20 ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ, എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചിരുന്നതായും പറയുന്നു. കുറെ ദിവസം വാഹിദ വിളിക്കാതിരുന്നതും പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി. ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു 150 തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. 2024 മെയ് 27 ഇരുവരുടെയും വിവാഹം നടന്നത്. നിറം കുറവെന്ന ആക്ഷേപത്തിന് പുറമെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞും അവഹേളിച്ചു. ഇതിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. ഇതോടെ പെൺകുട്ടി മാനസിക പ്രയാസത്തിലായിരുന്നു. വിവാഹം മോചിതയായ ശേഷം എന്ത് ചെയ്യണമെന്ന ആശങ്ക കുടുംബത്തോടെ യുവതി പങ്കുവച്ചിരുന്നുവെന്നും പറയുന്നു. ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരായ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ബിരുദ വിദ്യാർത്ഥിനിയായ ഷഹാനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനയുടെയും മകളാണ് ഷഹാന. ചൊവ്വാഴ്ച രാവിലെ മുറിയുടെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് 10 മണിയോടെ വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു. ക്ലാസ്സിൽ എല്ലാ കാര്യങ്ങൾക്കും മിടുക്കിയായിരുന്ന ഷഹാന പഠനത്തിൽ പിന്നോക്കം പോവുകയും വിഷാദവതിയാവുകയും ചെയ്തതിനെ തുടർന്നാണ് കോളേജിൽ നിന്ന് വിളിച്ച് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഷഹാനയുടെ വീട്ടുകാരും കാര്യങ്ങൾ തിരക്കുന്നത്. അങ്ങനെയാണ് ഭർത്തൃവീട്ടിൽ നിന്നുള്ള ആക്ഷേപങ്ങൾ പുറംലോകം അറിയുന്നത്. അബ്ദുൾ വാഹിദ് ആക്ഷേപിച്ചിരുന്നതായി വീട്ടിലും പറഞ്ഞതോടെ കുട്ടി കൂടുതൽ വിഷാദവതിയായി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൈത്തണ്ടയിൽ മുറിവുണ്ടാക്കി ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നതായും പോസ്റ്റ്മോർട്ടത്തിൽ സൂചനയുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും കൂടുതൽ അന്വേഷണം ഖബറടക്കത്തിനു ശേഷം തുടങ്ങുമെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. ഗൾഫിലുള്ള പിതാവ് എത്തിയ ശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് കൊണ്ടോട്ടി പഴയങ്ങാടി ജുമാ മസ്ജിദ് പള്ളിയിൽ ഖബറടക്കം നടത്തി. വിദ്യാർത്ഥികളായ ഹബീബ് റഹ്മാനും അൻഷിദുമാണ് ഷഹാനയുടെ സഹോദരങ്ങൾ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.